ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന തിയേറ്ററുകൾക്കുള്ളിലെ സിസിടിവി ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റിലും ടെലഗ്രാം ഗ്രൂപ്പിലും വ്യാപകമായി പ്രചരിക്കുന്നു. വിവിധ തിയേറ്ററുകളിൽ സിനിമ കാണാനെത്തുന്ന കമിതാക്കളുടെ ദൃശ്യങ്ങളാണ് മുഖം പോലും മറയ്ക്കാതെ പ്രചരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾക്കൊപ്പം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകളും പങ്കുവയ്ക്കുന്നുണ്ട്. സംഭവത്തിൽ സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ജിബിൻ ജെബി വിവരങ്ങളുമായി ചേരുകയാണ്. ജിബിൻ, ഇത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള തിയേറ്ററുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ഗൗരവതരമായി തന്നെ നോക്കിക്കാണേണ്ടുന്ന ഒരു സംഭവം. എങ്ങനെയാണ് ഈ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തേക്ക് എത്തുന്നത്? എന്ത് ആളുകളുടെ സ്വകാര്യതയ്ക്ക് പിന്നെ എന്തൊരു സുരക്ഷിതത്വമാണ് ഉള്ളതെന്നുള്ളത്? അക്ഷയ, സംസ്ഥാനത്തെ ആളുകൾ ഏറ്റവും അധികം സിനിമ കാണാനെത്തുന്ന സംസ്ഥാനത്തെ ചില പ്രമുഖ തിയേറ്ററുകൾ നമ്മുടെ തിരുവനന്തപുരത്താണുള്ളത്. അതാണ് കൈരളി ശ്രീ നിള എന്ന് പറയുന്ന തിയേറ്റർ. നമുക്ക് തൊട്ടുപിന്നിലായി കാണുന്ന കൈരളി നിള ശ്രീ തിയേറ്ററുകൾ. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഫോൺ സൈറ്റിൽ പ്രത്യക്ഷമാകുന്നത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്ന തെളിവായി കാണിക്കാൻ പറ്റുന്ന ചിത്രങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതായത് 2024 മുതലാണ് ഇത്തരത്തിൽ ഇവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഫോൺ സൈറ്റുകളിൽ പ്രത്യക്ഷമായി തുടങ്ങിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വർഷം. ഈ CCTV ഫുട്ടേജിന്റെ ഇടതുവശത്തും അതിന് താഴെയുമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വർഷം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 2023, 2024. അത് മാത്രമല്ല ഈ സീറ്റിന്റെ കവറുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ആലേഖനം ചെയ്തിട്ടുള്ള എംബ്ലം എന്ന് പറയുന്ന സൈൻ എന്ന് പറയുന്നത് KSFDCയുടെ ചിഹ്നമാണ്, ശംഖുള്ള അതിന്റെ ചിഹ്നമാണ് അതിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കൈരള ശ്രീ നിള തിയേറ്ററിൽ നിന്നാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പുറത്തേക്ക് പോയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ CCTVയുടെ ഏത് സ്ക്രീനിന്റെ ഫൂട്ടേജ് ആണ് എന്ന് വ്യക്തമാക്കുന്ന കൈരളി ഇത്രാമത്തെ സ്ക്രീൻ എന്ന് പറയുന്ന നമ്പർ കൂടി ഈ CCTVയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു ഗുരുതരമായ കാര്യമായി മനസ്സിലാക്കപ്പെടുന്നത്. പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് ഇതുവരെ ഇങ്ങനെ ദൃശ്യങ്ങൾ ചോരുന്നുണ്ടെങ്കിൽ, CCTV ദൃശ്യങ്ങൾ ചോരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സർക്കാർ അറിയാതെ പോകുന്നത് എന്നുള്ളതാണ്. അതിൽ എന്തെങ്കിലും ഒരു തരത്തിൽ ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിട്ടുണ്ടോ? ഇതിനകം എന്തെങ്കിലും ഒരു നടപടി എവിടെ നിന്നെങ്കിലും തിയേറ്ററിന്റെ ഭാഗത്തുനിന്ന് എവിടെന്നെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? പക്ഷേ യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിൽ കേസിൽ പോലും സൈബർ സെൽ മാത്രമാണ് ഒരു കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. അവർക്ക് ഈ KSDCയുടെ പരാതി നൽകിയിട്ടുണ്ട്. KSDC അവരുടെ എഞ്ചിനീയർമാരെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു പോയത് എന്ന തരത്തിലൊരു പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ 2023 മുതലുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഇത് 2023 തന്നെ സൈറ്റുകളിലൊന്നും എത്തിയിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, പ്രത്യേകിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ടെലിഗ്രാം ചാനലുകൾ വഴിയും ഇൻസ്റ്റാഗ്രാമിൻ്റെ ചില ചാനലുകൾ വഴിയും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് പോയി തുടങ്ങിയത്. അത് മാത്രമല്ല ഇതിൽ പലതും പെയ്ഡ് കണ്ടന്റ് ആണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്ന കാര്യം. സർക്കാർ സ്ഥാപനങ്ങളെ ആശ്രയിച്ച് അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് കുടുംബമായും അല്ലാതെ കമിതാക്കളുമായോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായോ ഒക്കെ